സ്നേഹിത, ഞാൻ പാസ്റ്റർ ബിനോയ് ജേക്കബ്. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ പ്രഭാതമന്ന എന്ന പരിപാടിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധിയിലേക്ക് വിളിച്ചു എന്നാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ തലക്കെട്ട്. പ്രധാന വാക്യം 2 തീമോഥെയോസ് 2:21. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ദൈവത്താൽ വിളിക്കപ്പെട്ടവർ ദൈവത്തിന്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുന്ന മാനപാത്രമായിരിക്കും എന്നാണ് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കൊച്ചി ടസ്കേഴ്സ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു ടീമിനും ചിലപ്പോ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നല്ല പേരിടും. കാട്ടുപന്നികളിൽ നിന്ന് നിങ്ങളെ വിളിച്ച് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? അമേരിക്കയിലുള്ള ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ക്ലബ്ബ് അവരെ കാട്ടുപന്നികൾ എന്ന് വിളിച്ചിരുന്നു. കാരണം ഒരു മത്സരം അവർ ജയിച്ചപ്പോ അവരുടെ കോച്ച് അവരെ റോസർ ബാക്ക് ഹോഗ്സ് എന്ന് വിളിക്കുകയാണ്. അത് വളരെ അഗ്രസീവായ കോപാകുലരാകുന്ന ഒരു തരം പ്രത്യേകമായ പന്നികളാണ്. കാരണം ഈ സ്വഭാവം, പന്നികളുടെ ഈ സ്വഭാവം ആണ് മത്സരത്തിൽ അവർ കാണിക്കുന്നത്. വിജയദാഹത്തെ സൂചിപ്പിക്കുകയാണ്. എങ്ങനെയും വിജയിക്കുക എന്നുള്ള ആ ടീമിന്റെ ആഗ്രഹം അനുസരിച്ചാണ് ആ കോച്ച് അവർക്ക് ആ പേരിട്ടത്. പിന്നീട് ആ ടീമിന്റെ ഒഫീഷ്യൽ നെയിമായിട്ട് മാറി ആ പേര്. കർത്താവായ യേശുക്രിസ്തുവും അങ്ങനെയാണ് നമ്മളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞു, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും നിർഭയത്വത്തോടെ വിട്ടുവീഴ്ചയില്ലാതെ ദൈവേഷ്ടപ്രകാരം ജീവിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മക്കൾ ഒന്നിനെയും ഭയപ്പെടാതെ ഒന്നിലും ആകർഷപ്പെടാതെ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാകണം. ദൈവത്തിന്റെ സ്വഭാവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായി തീരണം എന്നാണ്. നമ്മൾ അങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു കാട്ടുപന്നിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിലല്ല, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു സന്തോഷം. അതാണ് 1 തെസ്സലോനിക്കർ 4:7 ഇങ്ങനെ പറയുന്നു, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. നമ്മൾ അശുദ്ധിയമായി ജീവിക്കാനല്ല, ശുദ്ധിയായി, നന്മയുള്ളവരായി, സ്നേഹമുള്ളവരായി ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭയമില്ലാതെ, പേടിയില്ലാതെ ദൈവത്തിന് വേണ്ടി നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. റോമർ 1:4 പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പ്രശ്നങ്ങളുള്ള ഈ ലോകത്ത്, പ്രതിസന്ധികളുള്ള ഈ ലോകത്ത് യേശുവിന് വേണ്ടി യേശു ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാൻ നമുക്ക് സ്വർഗീയമായ സമാധാനം ആവശ്യമാണ്. ആ സമാധാനം മറ്റാർക്കും കാണാൻ കഴിയില്ല. അത് ദൈവികമായ സമാധാനമാണ്. ആ സമാധാനമുള്ളവർക്ക് ദൈവേഷ്ടം അനുസരിച്ച് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു ജീവിതം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പുറമേയുള്ള പ്രകടനമല്ല. ഇന്ന് ചില ആളുകൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി പല രീതികൾ കാണിക്കും. ചിലപ്പോൾ വെള്ള വസ്ത്രം ധരിക്കും, ചിലപ്പോൾ പേരുകൾ എഴുതി സൂക്ഷിക്കും, ടീഷർട്ടിൽ പേര് കെട്ടി വെക്കും, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് കാണിക്കാൻ കുറെ വാക്യങ്ങൾ ഉരുവിട്ടുകൊണ്ട് കാണിക്കും. അങ്ങനെ ബാഹ്യമായ പ്രകടനമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ആന്തരികമായ മാറ്റമാണ്, ഉള്ളിൽ നിന്നുള്ള മാറ്റം, യഥാർത്ഥമായ ഒരു മാറ്റം. നമ്മുടെ കാഴ്ചപ്പാടുകൾ തിരുത്തുക, ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ വീക്ഷണങ്ങൾ, നമ്മുടെ അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ മാറ്റി ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കി ദൈവേഷ്ടപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യം, അവൻ
തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. 4 കാര്യങ്ങൾ. 1, ദൈവത്തിന്റെ ധനത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ രൂപത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ സ്വഭാവത്തിനൊത്തവണ്ണം നമ്മളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ മാറേണ്ടുന്നതിന് നിങ്ങളുടെ ഉള്ളിലെ നല്ല കാര്യങ്ങൾ, നല്ല സത്വങ്ങൾ, നല്ല സത്യങ്ങൾ ബലപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ നല്ല മനുഷ്യൻ നന്നായി വരികയും ക്രിസ്തുവിനെ പോലെ നല്ല സ്വഭാവമുള്ളവരായി നമുക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാകണം. മാത്രമല്ല, നമ്മൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. മനുഷ്യരെയും സ്നേഹിക്കണം, ദൈവത്തെയും സ്നേഹിക്കണം. നല്ല മനുഷ്യരാകാൻ സ്നേഹത്തിൽ നമ്മൾ അടിസ്ഥാനപ്പെടണം. സ്നേഹമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ വ്യർത്ഥമാണ്. പുറമേയുള്ള പ്രകടനമല്ല, ഉള്ളിൽ നിന്നുള്ള സ്നേഹാർദ്രമായ മാറ്റം, യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകണം. നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറുകയും ചെയ്യും. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയായി മാറും. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനതകൾ നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ, ജഡീകമായ ജീവിതത്തിന്റെ കുറവുകൾ, നമ്മുടെ അസൂയ, നമ്മുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ, നിരാശ, ഇതൊക്കെ മാറി ശുദ്ധിയുള്ളവരായി അധർമ്മത്തിന് വ്യത്യാസമായി ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവരായി മാറും. അപ്പോൾ അഭിമാനത്തോടെ റോസർ ബാക്കുകൾ, പന്നിക്കൂട്ടങ്ങളെന്നല്ല, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ നമ്മൾ യോഗ്യരാക്കിത്തീരും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം കർത്താവിനായി സമർപ്പിക്കാം, സ്നേഹത്തിൽ വേരൂന്നാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, നല്ല മനുഷ്യരായി തീരാൻ. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ജന്മദിനം ആഘോഷിക്കുന്ന ചില ആളുകളുണ്ട്. വെണ്ണിക്കുളം സഭയിൽ നിന്ന് വിജേഷ് വിജയൻ, കുമ്പളാം പൊയ്ക സഭയിൽ നിന്ന് അനു ക്രിസ്റ്റി, പുന്നവേലി സഭയിൽ നിന്ന് റീന സണ്ണി, കുമ്പനാട് സഭയിൽ നിന്ന് മറിയാമ്മ വില്യംസ്. നമുക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് ജന്മദിനാശംസകൾ നേരുന്നു. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ജന്മദിനം ആഘോഷിക്കുന്ന ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നന്മകളും സന്തോഷവും സമാധാനവും കൊടുക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും സ്വർഗീയ സമാധാനം നിറക്കണമേ. ദൈവത്തിന്റെ മക്കളാകാൻ, സ്വർഗത്തിന്റെ മഹിമാധനത്തിനൊത്തവണ്ണം രൂപാന്തരപ്പെടാൻ, സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടാൻ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.